നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇപ്പോൾ ഇറാനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. വെറും 3-4 മിസൈൽ മാത്രം അയച്ച് ഇസ്രയേൽ നടത്തിയ ഈ മുന്നേറ്റം പക്ഷേ ഇസ്രയേൽ ഇറാന് നൽകിയ വെറും ഒരു താക്കീത് മാത്രമാണ്. കാരണം ഇറാൻ ഇസ്രയേലിലേക്ക് 300-ലധികം മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ആദ്യമൊന്നും ഈ ആക്രമണത്തിൽ പ്രതികരിക്കാതെ തന്നെയാണ് ഇസ്രയേൽ ഇരുന്നത്. വളരെ കൂളായിട്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ആകെ ഇസ്രയേൽ ഒരു 3 മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അത് പക്ഷേ ഇസ്രയേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് തന്നെയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രയേൽ വിട്ട മിസൈലുകൾ വീണത് ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്താണ്. ഏപ്രിൽ 1 ദമാസ്കസിലെ തങ്ങളുടെ എംബസി വളപ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ജനറൽമാരും മറ്റ് നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിന് മറുപടിയായാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഭൂമിക്കടിയിലുള്ള ഈഗിൾ 44 എന്ന എയർഫോഴ്സ് ബേസും മറ്റ് അത്യാധുനിക രഹസ്യ സംവിധാനങ്ങളുമുണ്ട് എന്ന് വീമ്പ് പറയുന്ന ഇറാന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാന്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രയേലിന് വളരെ വ്യക്തമായി അറിയാമെന്ന താക്കീത് കൂടിയാണ് ഈ മിസൈൽ ആക്രമണം. അതുതന്നെയാണ് ഇസ്രയേൽ ഉദ്ദേശിച്ചിട്ടുമുള്ളൂ. സിവിലിയന്മാരെ കൊല്ലുന്നതിനോ ആണവ റിയാക്ടർ തകർക്കുവാനോ ഒന്നും തന്നെ ഇസ്രയേൽ മുതിർന്നില്ല. പകരം ഈ സംഭവങ്ങളെല്ലാം എവിടെയാണ് എന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയാം എന്നൊരു സൂചന ഇറാന് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ഇറാൻ പക്ഷേ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമേനിയുടെ 85ാം ജന്മദിനത്തിലാണ് ഇസ്രയേലിന്റെ തിരിച്ചടി ഉണ്ടായത്. ഇറാനിൽ ഇസ്രയേലിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യയുണ്ടെങ്കിലും സൈനിക ശക്തിയിൽ ഇറാൻ വളരെ പുറകിൽ തന്നെയാണ്. ഇറാന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് അവരുടെ പരമ്പരാഗതമായ ആയുധങ്ങൾ മാത്രമാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇനിയും ഇറാന് സ്വന്തമായിട്ടില്ല എന്ന് ഇസ്രയേലും US-ഉം യൂറോപ്യൻ ശക്തികളും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഗാസ സംഘർഷത്തിന്റെ തകർച്ചയിൽ യുദ്ധത്തിന്റെ വക്കിലുള്ള മിഡിൽ ഈസ്റ്റിലെ 2 ബദ്ധവൈരികളായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് സെൻട്രൽ ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹരക്കത്ത് അൽ നുജാബ ഉപയോഗിച്ചിരുന്ന താവളത്തിന് നേരെ ശനിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണം നടന്നതായി ഇറാഖിന്റെ സുരക്ഷാ സേനയുടെ വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും അറിയിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രയേൽ സൈനിക ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ദീർഘദൂര വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ ആയുധങ്ങൾ, ചെറുനാവിക ക്രാഫ്റ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രയേൽ നേവൽ ഫോഴ്സ്, ഇസ്രയേൽ എയർഫോഴ്സ് എന്നിവ ഉൾപ്പെടുന്ന സൈന്യത്തിൽ 1,76,500 സൈനികർ സജീവമായി നിലകൊള്ളുന്നുണ്ട്. പൗരന്മാർക്ക് സായുധ സേനയിൽ സേവനം നൽകേണ്ടത് നിർബന്ധമാണ്. 5,23,000-ലധികം ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന വളരെ വലിയ സൈന്യമാണ് ഇറാനുള്ളത്. ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സംരക്ഷകരായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ 1,25,000 സൈനികരാണ് ഉള്ളത്. ഇറാനിയൻ യുവാക്കൾക്ക് 19 വയസ്സ് തികഞ്ഞാൽ 18 മാസം സൈനിക സേവനത്തിൽ സേവനമനുഷ്ഠിക്കണം എന്നത് നിർബന്ധമാണ്. ഒരു അർദ്ധ സൈനിക സന്നദ്ധ സേനയായ ബാസിജ് ഫോഴ്സിൽ 15ാമത്തെ വയസ്സിൽ മുതൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ. ഈ കുട്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മൊബിലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെഗുലർ ഫോഴ്സ് ആണ്. 18,000 നാവികസേനാംഗങ്ങളും 30,000 വ്യോമസേനാ ഉദ്യോഗസ്ഥരും ഉള്ളതിൽ 12,000 വ്യോമ പ്രതിരോധത്തിലാണ് ഉൾപ്പെടുന്നത്. 3,500-ലധികം ടാങ്കുകളുള്ള ഇസ്രയേൽ സൈന്യം ഇറാനിയൻ സൈന്യത്തിന് കീഴിലുള്ള 1,613 ടാങ്കുകളെ അപേക്ഷിച്ച് കൂടുതൽ സജ്ജമാണ്. ഇറാനിയൻ സൈന്യത്തെക്കാൾ ഇരട്ടിയിലധികം വിമാന വിരുദ്ധ ആയുധങ്ങൾ ഇസ്രയേലിൻ്റെ പക്കലുണ്ട്. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേൽ സൈന്യത്തിന് ഏകദേശം 10,484 കവചിത പേഴ്സണൽ കാരിയറുകളുണ്ട്. 5,432-ലധികം പീരങ്കികളുണ്ട്. ഇതിൽ 620 എണ്ണം മോട്ടറൈസ്ഡുമാണ്. എന്നിരുന്നാലും 23 അന്തർവാഹിനികളും 12 മിഡ്ജറ്റ് അന്തർവാഹിനികളും ഉൾപ്പെടുന്ന ഒരു വലിയ നാവിക കപ്പൽ ഇറാനുമുണ്ട്.
മറുവശത്ത് ഇസ്രയേലി നാവികസേനയ്ക്ക് ജർമ്മൻ നിർമ്മിത 212 വേരിയന്റുള്ള 3 ഡോൾഫിൻ അന്തർവാഹിനികളുണ്ട്. കൂടാതെ 57 പട്രോളിംഗ് തീരദേശ യുദ്ധക്കപ്പലുകൾ, 3 കോർവെറ്റുകൾ എന്നിവയുമുണ്ട്. 27 ബോയിങ് F-15A ഈഗിൾ, 7 F-15B, 90 F-16A ഫൈറ്റിംഗ് ഫാൽക്കണുകൾ എന്നിവയുൾപ്പെടെ 168 യുദ്ധവിമാനങ്ങളുള്ള 460 യുദ്ധശേഷിയുള്ള വിമാനങ്ങളാണ് ഇസ്രയേലി വ്യോമസേനയിലുള്ളത്. 227 ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകളും 65 ആക്രമണ വിമാനങ്ങളും 9 ട്രാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും 77 മറ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഈ കപ്പലിൽ ഉൾപ്പെടുന്നുണ്ട്. മറുവശത്ത് ഇറാനിൽ ഏകദേശം 336 യുദ്ധശേഷിയുള്ള വിമാനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വ്യോമസേനയ്ക്ക് 108 ഗ്രൗണ്ട് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇവയിൽ ഇറാന്റെയും റഷ്യയുടെയും നിർമ്മിത ക്രാഫ്റ്റുകളാണ് ഉള്ളത്. അവയിൽ പലതും ഇറാഖിൽ നിന്ന് എടുത്തതാണെന്നുമാണ് റിപ്പോർട്ട്. ഇതിനെല്ലാം പുറമെ ഏറ്റവും മികച്ച ആണവശേഷി ഉള്ളത് ഇസ്രയേലിന് തന്നെയാണ്. കൂടാതെ തെക്കേ അമേരിക്കയിലോ ഓഷ്യാനയിലോ വരെ എത്താൻ ശേഷിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ പറഞ്ഞത് വെറും 3.5 മിനിറ്റ് മതി ഇറാനെ നിലംപരിശാക്കാൻ എന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന 200ഓളം ന്യൂക്ലിയർ വാർഹെഡുകൾ ഉൾപ്പെടെ ഇസ്രയേലിന് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേലിനോട് കൊമ്പ് കോർക്കാൻ തയ്യാറാവില്ല എന്നു തന്നെയാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. മലയാളി വാർത്ത ഇൻസൈഡ്.